നല്ല ബീഫ് കറി എന്നിട്ട് നല്ല മണമുണ്ട്, വറുത്തരച്ച് കറി എന്ന് തോന്നുന്നത്. എന്തായാലും പുള്ളി പറഞ്ഞ് എൻജോയ് ചെയ്യാൻ പറയുന്നത് കഴിച്ച് നോക്കാൻ അങ്ങനെ ഉണ്ടെന്ന്. നമ്മൾ ഗ്രാനി സ്മിത്ത് അങ്ങനെ കുറച്ച് ആപ്പിളുണ്ടല്ലോ, മോഡി ആപ്പിൾ, അങ്ങനെ കുറച്ച് ആപ്പിളുകളുണ്ട്. പക്ഷേ ഈ ആപ്പിളിന് ഭയങ്കര ടേസ്റ്റ്. ജാസ് ഇന്ന് കഴിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല, പക്ഷേ ഇനി ഇവിടെ വന്ന് കഴിച്ചുകൊണ്ടാണെന്ന് അറിയാൻ പറ്റില്ല. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമസ്കാരം. ഞാൻ വിളിച്ചു തോമസ്. അപ്പം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു ഫാമിലാണ്. എൻ്റെ പുറകിൽ ആ പേര് കണ്ടില്ലേ, റേനേസ് ഓർച്ചാഡ്, അതായത് ഒരു നഴ്സറിയാണ്. പാർബട്ടർ എന്ന് പറഞ്ഞ മനോഹരമായ സ്ഥലത്തിന് അടുത്താണ്. ഇങ്ങനെ ഇവിടെ വരേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ കയറി ഇറങ്ങി പോവാണ്. അന്നേരം ഇന്ന് ഈ ഫാം ടൂറും അതിൻ്റെ മറ്റ് അനുബന്ധമായ കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോകൾ. അപ്പം എൻ്റെ ഒരു വീഡിയോയിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. ഇതാണ് ആ ഫാം. വെൽക്കം ടു റേനേസ് ഓർച്ചാഡ് ആൻഡ് നഴ്സറി. നേരത്തെ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഒരു 4-4.5 കൊല്ലം മുമ്പ്. അപ്പം നല്ല മനോഹരമായ, അത് സമ്മർ ടൈം ആയിരുന്നു. അപ്പോൾ ഇഷ്ടംപോലെ ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഇപ്പോൾ തോന്നുന്നത് ഇപ്പം ഈ സീസണൽ ഫ്രൂട്ടുകളാണല്ലോ എല്ലാം. അപ്പം മാൻഡറിൻസ്, ഓറഞ്ച്, ലെമൺ, ലൈം അങ്ങനെയുള്ള ഐറ്റംസ് കൂടുതൽ കാണാനുള്ളൂ. അപ്പോൾ ഏതായാലും അവിടെ ഒരു കഫേ ഉണ്ട്. ആ കഫേ ചെന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം. അത് കഴിഞ്ഞ് ഈ ട്രാക്ടറിനകത്തൊരു ടൂറുണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് അപ്പോൾ പടപടാന്ന് എൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉണ്ട് പീച്ച് കഫേ. ഈ കഫേന്നാണ് നമുക്ക് ടിക്കറ്റും കാര്യങ്ങളെല്ലാം കിട്ടുന്നത്. അപ്പോൾ ഈ കഫേക്കകത്ത് കയറി ടിക്കറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നിട്ട് നമുക്ക് അപ്പുറത്തുനിന്ന് ട്രാക്ടർ, അപ്പോൾ നേരെ അകത്തോട്ട് കയറി ചെല്ലാം. അകത്ത് കയറി നമ്മുടെ ടിക്കറ്റൊക്കെ എടുത്തു. $40. പക്ഷേ എന്നിരുന്നാലും അത് വർത്താണ്. നമ്മളെല്ലാവരോട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഏതായാലും ട്രക്കിന് അങ്ങോട്ടെല്ലാം ട്രക്കിലാണ് നമ്മൾ അങ്ങോട്ട് യാത്ര പോകുന്നത്. ഏകദേശം ഒരു മണിക്കൂർ ചില്ലുവാനുണ്ട് ഫാമിനകത്തൂടെ നമ്മൾ ടൂർ നടത്തുന്നത്. അപ്പോൾ ഏതായാലും ഫ്രൂട്ട്സൊക്കെ പറിക്കാമെന്ന് വിചാരിക്കുന്നു, കുറച്ച് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഏതായാലും നമുക്ക് നേരെ അകത്തോട്ട് കയറി ചെല്ലാം. നേരത്തെ ഉണ്ടല്ലോ ഞാൻ വന്നപ്പോൾ ഇവിടെ ഇങ്ങനൊരു സെറ്റപ്പ് ഇല്ലായിരുന്നു. ഇതാണല്ലോ, ഇവിടെ കുറച്ച് അൽപ്പാക്ക നിപ്പുണ്ട്. പിന്നെ ഒരു കോവർ കഴുത വേണ്ട നിൽക്കുന്നു. പിന്നെ നമ്മുടെ നാട്ടിലെ ഒന്നാന്തരം ആട് അവിടെ നിൽപ്പുണ്ട്. പിന്നെ കുറച്ച് കോഴിക്കൂടുകളുണ്ട്, കോഴിയെല്ലാം നടപ്പുണ്ട്. അതായത് പിള്ളേർക്ക് ജസ്റ്റ് ഒന്ന് വരുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ്. അവർക്ക് ഇവിടെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അതൊക്കെ അതിന് തീറ്റിയിട്ട് കൊടുക്കാം. അപ്പോൾ അവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റോ. പിന്നെ ഫ്രൂട്ട്സ് നല്ല സിട്രസ് ഫ്രൂട്ടിൻ്റെ സമയമാണ് ഈ നേരത്തെ പറഞ്ഞ അവർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. കുറച്ച് പറിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നത്. അതാണ് നമുക്ക് നേരെ നമ്മുടെ വണ്ടിയുടെ അങ്ങോട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി ഈ പോകുന്നത്. ഇത്തലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ആൾക്കാരെല്ലാം കുറച്ച് ചൈനീസ് ആൾക്കാരെല്ലാം ഇവിടെ നിൽപ്പുണ്ട്. ഇവരാണ് ഈ ടൂർ കൂടുതൽ വരുന്നത് കേട്ടോ. ഇപ്പോഴൊക്കെ ഇപ്പോൾ സ്കൂൾ ഹോളിഡേയ്സൊക്കെ ഇവിടുത്തെ അല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ ഒന്നും നമ്മുടെ ആൾക്കാരൊന്നും കാണാൻ സാധ്യതയില്ല. കാരണം എല്ലാവരും സ്കൂളിലാണ്. അപ്പോൾ ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ ട്രാക്ടർ, ഈ ട്രാക്ടറിലാണ് കെട്ടി വലിച്ചുകൊണ്ട് പോകുന്നത്. നമ്മളീ കാണുന്നത് പലതരത്തിലുള്ള ഫ്രൂട്ട്സുകളുടെ ഒരു ചെടികളാണ് ഇതെല്ലാം. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴതിൻ്റെ സീസണല്ല. സീസണാകുന്നതനുസരിച്ചാണ് ഇത് കായ്ക്കുന്നത് കണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ പോയി നിൽക്കേണ്ടത്. കാരണം വിൻ്ററിൽ ഈ പറഞ്ഞ സിട്രസ് ഫ്രൂട്ടുകളാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഇപ്പം ഈ ചെടി ഒന്നുമില്ല, ഇലയെല്ലാം പോയി നിൽക്കുന്നതാണ്. ഇതൊക്കെ ഇതിൻ്റെ സമ്മർ ഫ്രൂട്ടുകളായിരിക്കും പ്രതീക്ഷിക്കുന്നു. ഈ ഓറഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് തീരെ മധുരമില്ല, ചെറിയ പുളിയുണ്ട്. ഇതാണല്ലോ ഈ കാണുന്നത് മുഴുവൻ. ഇത് മുഴുവൻ നിൽക്കുന്ന അങ്ങനത്തെ ടൈപ്പാണ്. ഇത് ചെറിയതാണ്, പക്ഷേ നമുക്ക് ആ തൊലിയോടുകൂടി തിന്നാൻ പറ്റുന്ന സാധനമാണ് ഈ കാണുന്നുണ്ട്. തൊലിയോടുകൂടി തിന്നാം, പക്ഷേ കുഴപ്പമില്ല. ഇതാണ് ഓരോ സീസണിനനുസരിച്ചാണ്. അതായത് നമ്മൾ പറയാമല്ലോ, ഇപ്പം പനിയുടെയൊക്കെ സമയമാണ്. അപ്പം നമ്മുടെ വൈറ്റമിൻ സി ആവശ്യമുള്ളതാണ്. ഇപ്പോൾ സീസണൽ ഫ്രൂട്ട്സ് നമ്മൾ പറയുന്ന കണക്ക് അങ്ങനെ സാധനം തൊലി ഉൾപ്പെടെ തിന്നാം. ഇപ്പം നമ്മൾ അവിടെ നിന്നുള്ള ഫ്രൂട്ട്സൊക്കെ ഇച്ചിരി പറിച്ചു. ചെറിയ ഓറഞ്ച് കുഞ്ഞത്. അത് കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. സമ്മറിലാണ് ഫ്രൂട്ട്സ് കൂടുതലുള്ളത് ഇവിടെ. ഇപ്പം ഫ്രൂട്ട്സ് കുറവാണ്. ഈ സിട്രസ് ഫ്രൂട്ട്സുകൾ മാത്രമേ ഉള്ളൂ മെയിനായിട്ടും. ഓറഞ്ച്, മാൻഡറിൻസ് അങ്ങനെയുള്ളത്. നമ്മൾ വേറെ സ്ഥലത്ത് നിർത്തിയേക്കാണ്. അവിടെ ഈ നട്ട് ക്രാക്കിംഗ് എന്ന പരിപാടിയുണ്ട്. മക്കഡാമിയ ട്രീ ആണത്. അതിൻ്റെ നട്ട്സ് കുറേ ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഒരു രസം എന്നുള്ളതുകൊണ്ട് ഇത് ഈ നട്ട്സ് ക്രാക്ക് ചെയ്യുന്ന സംഭവമാണ്. നട്ട്സ് ഇവിടെ എടുത്ത് വെച്ച് ഇതിങ്ങനെ ക്രാക്ക് ചെയ്യണം. പുള്ളി അവിടെ നട്ട്സൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. സോ വി ക്യാൻ ക്രാക്ക് ദ നട്ട്സ് ഹിയർ. ഓക്കെ, ഇത് നമ്മളിങ്ങനെ എടുക്കുന്നു, ഇതിനകത്ത് വെക്കുന്നു. ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ വെക്കുന്നു. തള്ളി താഴോട്ട് വെക്കുന്നു. ഈ സംഭവം ഇങ്ങനെ അങ്ങോട്ട് വെക്കുന്നു. കുറച്ച് നട്ട്സ് അവരെ വെക്കും. ഇന്ന് ക്രാക്ക് ചെയ്യുന്നു. കൊള്ളാം കേട്ടോ. ഇതാണ് സംഭവം. ഇത് കണ്ടോ, മക്കഡാമിയ നട്ട്സാണ്. പക്ഷേ ഇപ്പോൾ അതിന് സീസണെല്ലാം തോന്നുന്നു. അതുകൊണ്ട് അവർ പക്ഷേ കുറച്ച് നട്ട്സെല്ലാം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. സൂപ്പർ സാധനമാണ്. ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട്. ആൾക്കാരെല്ലാം ഇവിടെ നിന്ന് ഈ നട്ട്സ് ഇങ്ങനെ
പൊട്ടിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ആക്ടിവിറ്റീസിന് മാത്രമേ ഉള്ളൂ മെയിനായിട്ടും. ഇത് മക്ഡാമിയ ട്രീസ് ആണ് നിൽക്കുന്നത്. പക്ഷേ അവിടെ ഇപ്പോൾ സാധനമില്ല. അവർ നേരത്തെ ഉണ്ടായത് ഇവിടെ കൊണ്ടുവന്ന് കുറച്ചിങ്ങനെ അവർക്ക് ഒരു റിഫ്രഷ്മെൻ്റ് എന്നുള്ള രീതിയിൽ വെച്ചേക്കണം. ആൾക്കാർക്കും പിള്ളേർക്കെല്ലാം പൊട്ടിച്ച് അത് കഴിക്കുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട് മക്ഡാമിയ നട്ട്സ് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. നമുക്ക് എടുക്കാം, പൊട്ടിക്കാം, കഴിക്കാം. ചോക്ലേറ്റ് ബോൾസ് കണക്കുണ്ട്. ഇപ്പം നമ്മൾ കണ്ട മക്ഡാമിയയുടെ ആ ട്രീ ആണിത്. ഇത് മക്ഡാമിയ ട്രീസ് നട്ട്സ് ട്രീ ആണ്. പക്ഷേ അത് ഈ പറഞ്ഞ കണക്ക് സമ്മറിലാണ് പുള്ളി ചോദിച്ചപ്പോൾ സമ്മറിലാണ് അതിൻ്റെ സീസൺ. പക്ഷേ ഈ പറഞ്ഞ കണക്ക് അവർ അതിൻ്റെ ഫ്രൂട്ട്സ് വിളവെടുത്ത് വെച്ചേക്കുന്നു. അതിപ്പം നമുക്കും ഉപയോഗിക്കാം. കാരണം ആക്ടിവിറ്റീസ് ഇങ്ങനെ വേണമല്ലോ. Yeah. It is a European quince. European? That's European, Chinese. Okay. So what's the difference? Which is better? Both good. They're both really good. Oh, okay. You can tell, like, obviously from looking at the two, there's a bit of a difference in the appearance. Yeah. This has got a nice smooth skin. This is kind of covered more fast like a peach. Okay. But the fuzz on that, though, Does it look like a mango, that one, you know? Yeah, it almost does have mango-like appearance. But okay. these, like, you just brush it off. Oh, okay. And fine cook with. Oh. But a lot of these tend to get used in cooking. Cooking, yeah, okay. Yeah. Thanks so much. Yeah, try some. Thank you. നട്ട്സ് തിന്നുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് പുള്ളി കൊണ്ടുവന്ന ഒരു ഫ്രൂട്ടാണ് ചൈനീസ് ക്യൂസ് എന്ന് അങ്ങനെ പറയാം. ഇതിന് ചെറിയ ഒരു എന്നാ പറയുക, ഒരു ടേസ്റ്റിന് ഇവിടെ കിട്ടുന്നില്ല. ആണെങ്കിൽ കൊള്ളാം. നമ്മുടെ മാങ്ങയുടെ ടൈപ്പ് മാങ്ങ പോണക്കരിക്കും. അപ്പം വേറെ സ്ഥലത്ത് നിർത്തിയേക്കാണ്. You don't even need to peel them. Oh. Nope. You say kumquat. Oh, eat it. Is it sweet or bitter? Try one. Thank you. ഇത് മുമ്പേ കണ്ടത് കൂടെ തന്നെ തിന്നാം. Is it sweet? No, yeah, it's okay. It's not sweet though. Nice to meet you. Thank you. That's me. Yeah, unfortunately, kind of sort of got on the very last bit. Oh, yeah. I missed out. Thank you. ഇപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഒരു ബോക്സ് വെച്ചേക്കുന്നു. ബോക്സിനകത്ത് ഹീപ്സ് ഓഫ് പേഴ്സ്. പെയറിൻ്റെ ഒക്കെ സീസൺ കഴിഞ്ഞത് അപ്പുറത്ത് നിൽക്കുന്ന പെയർ ട്രീസ് ഒക്കെയാണ് നിൽക്കുന്നത്. അതിൻ്റെ സീസൺ കഴിഞ്ഞ്. പക്ഷേ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം ഇരിപ്പുണ്ട്. നമുക്കത് ആവശ്യമുള്ളത് എടുത്തുകൊണ്ട് പോകാം. ഈ പറഞ്ഞ മേടിക്കുകയും ചെയ്യാം കേട്ടോ. ഇവരിവിടെ കൊണ്ട് വെച്ചേക്കുന്നതാണ്. നമുക്ക് തിന്നുകയും ചെയ്യാം, മേടിക്കുകയും ചെയ്യാം. കൊള്ളാം. പിന്നെ ഇത് ആപ്പിൾ ട്രീസാണ്. ഇത് മുഴുവൻ ആപ്പിളിൻ്റെ സീസണും ഏകദേശം ഇപ്പം കഴിഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞ കണക്ക് സിട്രസിൻ്റെ സമയമാണ്. ഇത് മുഴുവൻ ആപ്പിളിൻ്റെ ട്രീസാണ്. അത് വെടിക്കെട്ട് ആപ്പിൾ അവിടെ ഉണ്ട്. ഏതായാലും ആ ആപ്പിളൂടെ ഒന്ന് കാണാം. പുള്ളി അവിടെ മുറിക്കുന്നു ആപ്പിളൊക്കെ. ഇഷ്ടംപോലെ ആപ്പിളുണ്ട്. ജാസ് ആപ്പിളുണ്ടോ നല്ല. ഇത് ഇവിടുത്തെ ഈ ചെടിയേന്ന് പറിച്ചതാണ്. പക്ഷേ ഇപ്പോൾ അതിന് സീസൺ കഴിഞ്ഞ ഏകദേശം പറിച്ചവർ വെച്ചത് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ സീസൺ ആപ്പിൾ സീസണാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ പ്ലക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പോവാം. എന്നിട്ട് അവിടെ കടയിൽ കൊണ്ട് കൊടുക്കുമ്പം അവർ തൂക്കി തരികയും ചെയ്യും. ഇതും വേണമെങ്കിൽ നമുക്ക് എടുത്തോണ്ട് ഇപ്പോൾ 1 കിലോ വല്ലതും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് പൈസ കൊടുക്കണമെന്നുള്ളൂ. പക്ഷേ സംഭവം ഭയങ്കര ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ്. നമ്മൾ ഗ്രാനി സ്മിത്ത് അങ്ങനെ കുറച്ച് ആപ്പിളുണ്ടല്ലോ, മോഡി ആപ്പിൾ, അങ്ങനെ കുറച്ച് ആപ്പിളുകളുണ്ട്. പക്ഷേ ഈ ആപ്പിളിന് ഭയങ്കര ടേസ്റ്റ്. ജാസ് ഇന്ന് കഴിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ ഇനി ഇവിടെ വന്ന് കഴിച്ചുകൊണ്ടാണെന്ന് അറിയാൻ പറ്റില്ല. ഭയങ്കര ടേസ്റ്റ്. അതെല്ലാം ഒരെണ്ണം എടുത്തു നമുക്ക് അവിടെ നിന്ന് എടുക്കുകയും ചെയ്യാൻ വേണേൽ അവിടെ കൊണ്ട് തൂക്കി ഈ പറഞ്ഞൊക്കെ തൂക്കിയിട്ട് അവിടെ നിന്ന് നമുക്ക് മേടിക്കുകയും ചെയ്യാം കേട്ടോ. ഭയങ്കര ടേസ്റ്റ് കണ്ടോ. ഈ സൈഡിൽ ഇഷ്ടംപോലെ പോമിഗ്രാനേറ്റ് നിൽപ്പുണ്ട്. നമ്മുടെ മാതളം ഈ സൈഡിൽ നിൽപ്പുണ്ട്. ഇഷ്ടംപോലെ മാതളം. വിണ്ട് കീറി നിൽക്കാതൊക്കെ പറഞ്ഞാൽ ഇഷ്ടം പോലെ ചെടികൾ. സാധാരണ നമ്മുടെ ഇവിടുത്തെ ഇതിൻ്റെ സീസൺ ഏകദേശം കഴിഞ്ഞില്ല. മുഴുവൻ വിണ്ട് കീറി ഇങ്ങനെ നിൽക്കുക. ഇത് നമ്മളിപ്പം വേറെ അവിടെ നിന്ന് മാറി ആപ്പിളൊക്കെ എടുത്ത് ഇങ്ങോട്ട് മുന്നോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വേറെ ഒരു മാൻഡ്രിൻസ് ഉണ്ട്. പ്യൂർ മാൻഡ്രിൻസ്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാലത്ത് ഓറഞ്ച് എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇത് മാൻഡ്രിൻസ് എന്ന് പറഞ്ഞത്. അത് ജാപ്പനീസ് സീഡ്ലെസ് ആണെന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആണെന്നാണ് പുള്ളി പറയുന്നത്. നല്ല മധുരമാണെന്നാണ് പറഞ്ഞത്. ഇഷ്ടംപോലെ അവിടെ ഇവിടെയൊക്കെ നിലത്തൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. ഏതായാലും ഒന്ന് പറിക്കുകയോ എന്തെങ്കിലും ചെയ്ത് പല വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇതുണ്ട്. ഇത് മാൻഡ്രിൻസ് ആണ്. മാൻഡ്രിൻസ് പറഞ്ഞാൽ തൊലി ഇങ്ങനെ പെട്ടെന്ന് പൊളിഞ്ഞ് വരുന്നതാണ് മാൻഡ്രിൻസ്. കണ്ടോ. പിള്ളേരോട്ടൊക്കെ വന്നാൽ വളരെയായിട്ട് എൻജോയ് ചെയ്യും ഈ ട്രാക്ടറെ പോകുന്നത്. പക്ഷേ ഇപ്പം ഈ ഫ്രൂട്ട്സിന് സിട്രസ് ഫ്രൂട്ടിന് മാത്രം സീസണാണ്. അതുകൊണ്ട് അതൊക്കെ ഉള്ളൂ. ആപ്പിളിൻ്റെ സീസൺ കഴിഞ്ഞു. അല്ലെങ്കിൽ ആപ്പിൾ നമുക്ക് അവിടെ നിന്ന് പ്ലക്ക് ചെയ്യാം. പെയർ, പ്ലം, വിവിധ തരത്തിലുള്ള ഫ്രൂട്ട്സുകളുണ്ട്. ഓരോ സീസൺ അനുസരിച്ചാണ്. അപ്പോൾ ഇപ്പം ആൾക്കാരും വളരെ കുറവാണ്. അല്ലെങ്കിൽ എല്ലാ അരമണിക്കൂർ ടൂർ ഇതിനകത്തോടെ നടക്കും. നമുക്ക് ഈ പറഞ്ഞ നമുക്ക് ഈ കാണുന്ന ഇതൊക്കെ എന്ത് ഇഷ്ടം പോലെ നമുക്ക് പറിച്ചുകൊണ്ട് പോയി അവിടെ കൊണ്ട് തൂക്കി കൊടുക്കാം. വില കുറവാണ് സാധാരണ മറ്റേ കടകളെ അപേക്ഷിച്ച്. കാരണം ഇവിടെ ഇതിൻ്റെ ഒരു ബിസിനസ്സാണ് ഇവർ. ഏതായാലും ടൂറൊക്കെ കഴിയാറായി തോന്നുന്നു. അപ്പോൾ ഏതായാലും പുള്ളി വരുന്നുണ്ട്. നമുക്ക് വണ്ടിയെ വെയിറ്റ് ചെയ്ത് നേരെ അങ്ങോട്ട് പോകാം. Finger lime. Yep, it's Australian finger lime. You squeeze it. Oh yeah. Yep. Yeah, grab one. ഇതാണ് ഓസ്ട്രേലിയൻ ഫിംഗർ ലൈം. I never seen the shops actually. No, you don't normally find these in the shop. Normally these are kind of a bit more specially grown, and they're normally supplied more directly towards restaurants. Oh, okay. So they're generally used in like more like high-end restaurants for cooking. If you do find, you probably find it more at a specialty market or down like Victoria Market, where
They'll sell anywhere between like $100 to nearly even $200 per kilo. Oh, this one. Yeah, they're very expensive. Very expensive. $200 per Very kilo. fancy. So finger lime, Yes. Australian finger lime. That's very good. I've never seen that before anyway. I haven't seen any before. I came here myself either. Okay. I was like, that's crazy. I was like, hang on, that looks like caviar. Yeah, it is. It's a fish eggs, yeah. അപ്പോൾ ടൂർ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. കാരണം ഈ പറഞ്ഞ പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ നേരത്തെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്, ഒരു 5 കൊല്ലം മുമ്പാണ് വന്നത്. അന്ന് ഈ പറഞ്ഞ സമ്മർ ആയിരുന്നു. അപ്പോൾ ഇച്ചിരി ഫ്രൂട്ട്സും കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഓറഞ്ച്, മാൻഡറിൻസ്, അങ്ങനെ കുറച്ച് ലെമൺ, ലൈം അതൊക്കെ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ലെമണേഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ എന്നാലും എൻ്റെ ആപ്പിൾ ഇരിപ്പുണ്ട് അവിടെ നിന്ന് പറഞ്ഞു. നല്ല ടേസ്റ്റാണ് ജാസ് ആപ്പിൾ, നല്ല ടേസ്റ്റ്. ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ എന്തോ ഇതിൻ്റെ പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത സ്ഥലത്തോട്ട്. നമ്മൾ വാർബട്ടന് വന്നു. നല്ല മനോഹരമായ ഒരു സ്ഥലമാണ്. യാരാ നദി എൻ്റെ തൊട്ട് പുറകെ ശാന്തസുന്ദരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതായത് ഇങ്ങനെ ട്രയലുകളുണ്ട് ഇഷ്ടം. നമുക്ക് ഇവിടുന്ന് അങ്ങ് വരെ നടക്കാം. അടിപൊളി റെഡ്വുഡ് ഫോറസ്റ്റ്, നമ്മുടെ കാലിഫോർണിയ റെഡ്വുഡ് ഫോറസ്റ്റ് പോണൊക്കെ തന്നെയുള്ള റെഡ്വുഡ് ഫോറസ്റ്റ് ഇവിടെ ഉണ്ട്. അങ്ങനെ മനോഹരമായി ശാന്തസുന്ദരമായിട്ട് താമസിക്കാൻ പറ്റുന്ന മനോഹരമായ സ്ഥലമാണ് അപ്പോൾ വാർബട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ വാർബട്ടന് വന്നു കഴിയുമ്പോൾ വേറൊരു പ്രത്യേകത വേറൊന്നുമല്ല, ഇവിടെ ഒരു ഇന്ത്യൻ ഒരു കേരള റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടായിരുന്നു. അപ്പം ഞാൻ ഏതായാലും നമ്മുടെ ഫ്രൂട്ട് ഫാമിൽ തൊട്ടടുത്താണ്. അപ്പോൾ ഏതായാലും കേരള റെസ്റ്റോറൻറ്റ് ഇപ്പോൾ ഓപ്പൺ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് അങ്ങോട്ട് കയറി നോക്കാം, റെസ്റ്റോറൻറ്റ് പേരും കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കാം. അതായത് അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ കേരള റെസ്റ്റോറൻറ്റ് കാണാൻ പറ്റുന്നത്. ഞാൻ നേരത്തെ വാർബട്ടൻ വന്നപ്പോഴത്തേക്ക് ഇത് ഇത്ര നാളായി ഓപ്പൺ ആണെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഇന്നാൾ വന്നപ്പോൾ ഞാനിങ്ങനെ കണ്ടായിരുന്നു ഒരു അംബാസഡർ കാർ ഇവിടെ കിടക്കുന്നത് കണ്ടു. അപ്പോഴെനിക്ക് പെട്ടെന്ന് നോട്ടം ഇത് എന്നാ സംഭവം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ബാബാജീസ് കേരള കിച്ചൻ. ഇവർക്ക് ഇങ്ങനെ പല സ്ഥലത്തുണ്ടെന്ന് തോന്നുന്നു. സൗത്ത് ഇന്ത്യൻ 12 മണിയാകുമ്പോൾ ഇവിടെ തുറക്കുമെന്ന് തോന്നുന്നു. അപ്പം ഇന്ന് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഏതായാലും എല്ലാം കൂടി അങ്ങ് തീർത്തേക്കാം. ഏതായാലും അകത്തോട്ട് കയറിച്ചില്ല. $10 ലഞ്ച് ഹിയർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് നേരെ അകത്തോട്ട് പോകാം. ഇതല്ലേ നമ്മുടെ ആ നാടിൻ്റേതായ ഒരു സ്റ്റൈലിൽ ഇത് ഇവിടെ റെസ്റ്റോറൻറ്റിൽ ഒരു കാറ് കൊണ്ടിട്ടേക്കുന്നുണ്ട്. അടിപൊളി, സൂപ്പർ. റെസ്റ്റോറൻ്റാണ്. നമ്മുടെ മെനു ഉണ്ടല്ലേ, വെൽക്കം ടു ബാബാജീസ് കേരള കിച്ചൺ. എത്ര സീറ്റാണ്, എത്ര പായ്ക്കാണെന്ന് എനിക്കറിയാൻ പറ്റില്ല. എങ്ങനെയുണ്ട് ഒരു 10-70 പേർക്ക് സുഖമായിട്ടിരിക്കാം. അപ്പുറത്തും ഉണ്ട് സീറ്റിംഗ് കപ്പാസിറ്റി. പിന്നെ ഇതിൻ്റെ വെളിയിലും ഇരിക്കുക ആൾക്കാർ. പക്ഷേ ഇപ്പോൾ തണുപ്പൊന്നും ആയതുകൊണ്ട് അധികം ആൾക്കാർ വെളിയിൽ ഇരിക്കുകയില്ല. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള റെസ്റ്റോറൻറ്റ് വരുമ്പോൾ നമ്മുടെ ഫുഡ്, നമ്മുടെ ദേശീയ ഭക്ഷണം കേരള പൊറോട്ടയും നമ്മുടെ ബീഫ് കറി ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ താലി മീൽസ് ഇതൊക്കെ ഇവിടെ ഉണ്ട് കണ്ടില്ലേ, താലിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതുണ്ട് താലി മീൽസിൻ്റെ ഇതെല്ലാം ഇവിടെ കിടപ്പുണ്ട്. പക്ഷേ അതൊന്നും ഓർഡർ ചെയ്യുന്നില്ല. ജസ്റ്റ് എളുപ്പത്തിന് വേണ്ടി നമ്മളത് ഓർഡർ ചെയ്യുന്നുള്ളൂ. ഇന്നൊരു ദിവസം ഫാമിലിയായിട്ടല്ല, ഒരു ദിവസം ഇവിടെ വരണം. ഉള്ള മനോഹരമായ റെസ്റ്റോറൻറ്റ് കേട്ടോ. ഭക്ഷണം പൊറോട്ട വന്നിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണോ എന്ന് എനിക്കറിയാൻ പറ്റില്ല. ഇതെല്ലാം ഇതുണ്ട്. ഇത് പിന്നെ നല്ല ബീഫ് കറി ഉണ്ട്. നല്ല ബീഫ് കറി എന്നിട്ട് നല്ല മണമുണ്ട്. വറുത്തരച്ച് കറിയെന്ന് തോന്നുന്നത്. ഏതായാലും പുള്ളി പറഞ്ഞ് എൻജോയ് ചെയ്യാൻ പറയുന്നത് കഴിച്ച് നോക്കാൻ അങ്ങനെ ഉണ്ടെന്ന്. ഒത്തിരി നാളായി ബീഫും പൊറോട്ടയും കഴിച്ചിട്ട് അല്ലേ. അങ്ങനെ പൊറോട്ട ഒത്തിരി നാൾ കൂടി കഴിക്കാം. കൊള്ളാം. ബീഫിൻ്റെ ആ കറിയുടെ ഇതെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല സാധനം, നല്ല ഫുഡ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു. നല്ല പൊറോട്ട ആയിരുന്നു കേട്ടോ. ഞാൻ അടുത്ത ഷെഫിനെ മീറ്റ് ചെയ്തു. പുള്ളി കൊല്ലംകാരനാണ്. ഇപ്പം തിരക്കില്ല. ഈ പറഞ്ഞ കണക്ക് ഈവനിങ്ങിലൊക്കെ നല്ല തിരക്കായിരിക്കും. അപ്പം ഞാൻ വാർബട്ടൺ ടൗൺ സെൻറ്റർ അവിടെ വന്നേക്കാണ്. എനിക്കൊന്ന് ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളാണ് അത് ഓപ്പൺ ആണ്. അവർക്ക് 3 റെസ്റ്റോറൻ്റ് ഉണ്ട്. മലയാളിയുടെയാണ്, പാർട്ണർ ഇംഗ്ലീഷുകാരത്തെയാണ്. പക്ഷേ എന്നാലും കേരള സ്റ്റൈലില്ല. പാട്ട് വരെ ഇംഗ്ലീഷുകാരാണ് ഫുഡൊക്കെ സെർവ് ചെയ്യുന്നതെങ്കിലും പാട്ട് വരെ നമ്മുടെ കേരള പാട്ടൊക്കെയാണ് വെച്ചേക്കുന്നത്. നല്ല പൊറോട്ടയും നല്ല ബീഫ് കറിയായിരുന്നു കേട്ടോ. മണമുണ്ട്. ഞാൻ കുറേ നാൾ കൂടി ഇരുന്ന് പൊറോട്ട കഴിച്ചാണ്. കാരണം ഞാൻ പൊറോട്ട സാധാരണ അങ്ങനെ നമ്മൾ കഴിക്കാറില്ല. ഫ്രോസൺ പൊറോട്ട എനിക്ക് ഇഷ്ടമല്ല. നാട്ടിൽ പോകുമ്പോഴാണ് സാധാരണ അങ്ങനെ മേടിച്ച് കഴിക്കുന്നത്. ഇവിടെ ഇപ്പം വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര ശാന്തസുന്ദരമാണ്. ഈ പറഞ്ഞ കണക്ക് ഹോളിഡേ സീസൺ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ. അല്ലെങ്കിൽ ഇവിടെയൊക്കെ എപ്പോഴും ഫുൾ പാക്ഡ് ആയിരിക്കും ആൾക്കാരെ കൊണ്ട്. ഹലോ, മാക്ഡൊണാൾഡ്സ്, KFC അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ലോക്കൽ ബിസിനസ്സിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ ലോക്കൽ ഫുഡുകളും ചെറിയ പിസ്സ ഷോപ്പുകളും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ ഉള്ളത്. വാർബട്ടൺ ടൗൺ സെൻറ്ററിൽ നിന്നൊക്കെ ഒരു കാപ്പിയൊക്കെ മേടിച്ച് കൊടുത്തിട്ട് നമ്മൾ റെഡ്വുഡ് ഫോറസ്റ്റ്, എൻ്റെ വീഡിയോയുടെ പല പ്രാവശ്യം റെഡ്വുഡ് ഫോറസ്റ്റ് വന്നിട്ടുള്ളതാണ്. പക്ഷേ വാർബട്ടന് വരുമ്പം നമ്മൾ പറയില്ല ഈ ഒന്നുമില്ലാതെ എന്തൊരു കഞ്ഞി എന്ന് പറഞ്ഞു നടക്കുന്നത്. വാർബട്ടന് വരുമ്പോൾ റെഡ്വുഡ് ഫോറസ്റ്റ് ഒന്ന് കാണാതെ പോലെ എത്ര കണ്ടാലും അത് വരാത്തൊരു സംഭവമാണ്. കാലിഫോർണിയൻ റെഡ്വുഡ് ഫോറസ്റ്റിനെ അതിശയിപ്പിക്കുന്ന അതുപോലൊക്കെ എങ്കിലും അതുപോലൊക്കെയുള്ള നല്ല മനോഹരമായ റെഡ്വുഡ് ഫോറസ്റ്റ്. അതേപോലെ പെട്ടെന്ന് കണ്ടിട്ട് നേരെ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ച് നേരെ വീട്ടിലോട്ട് ആണ് നമ്മുടെ റെഡ്വുഡ് ഫോറസ്റ്റ്. ഈ ഇപ്പുറത്തൂടെ അപ്പുറത്തൂടെ ഒക്കെ നമുക്ക് വരാൻ പറ്റും കേട്ടോ.
ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഈ പറഞ്ഞ കണക്ക് ഇവിടെ ഒന്നും ആരുമില്ല. ഈ പറഞ്ഞ കണക്ക് തിരക്ക് തീരെ കുറഞ്ഞ ഒരു സമയമാണിപ്പം. ഭയങ്കര രസമുണ്ട് ഇത് കാണാനായിട്ട്. ഇതല്ല അപ്പുറത്തും ഇപ്പുറത്തെല്ലാം വലിയ റെഡ് വുഡ് ആണ് ഇരിക്കുന്നത്. അപ്പുറത്തെ കുറച്ച് സ്ഥലം അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കയറാനും ഇറങ്ങാനും ഒക്കെ വളരെ മനോഹരമായ സ്ഥലമാണ്. ഏതായാലും അങ്ങോട്ട് പെട്ടെന്ന് പോയി നോക്കാം. വീണ്ടും റെഡ് വുഡ് ഫോറസ്റ്റിൽ വരാനുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടായിക്കാണ്. ഇത് കണ്ടില്ലേ ഒരേ ലെവലിലാണ് ട്രീകൾ വെച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞ കണക്ക് ആരുമില്ല. കാരണം ഈ കുട്ടികൾ സാധാരണ ഇത് പിള്ളേർക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കുക ഓടിക്കളിക്കുകയൊക്കെ ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇപ്പം ഒരു മനുഷ്യരില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഇപ്പം ഹോളിഡേ സീസണല്ല, ചില ടൂറിസ്റ്റുകളെല്ലാം വന്നെങ്കിൽ ഇപ്പം ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. സാധാരണ ആൾക്കാരെ അവിടെ ഇവിടെയൊക്കെ കാണേണ്ടതാണല്ലേ. കേട്ടോ വളരെ മനോഹരമല്ലേ, എന്നാ രസമെന്ന് അറിയാം കാണാനായിട്ട്. അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇത് ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നും അങ്ങനെ വേണമെങ്കിൽ എന്തെങ്കിലും എനിക്ക് പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ അവിടെ വന്ന്. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രൂട്ട് ഫാമിൻ്റെ അവിടെയൊക്കെ പോയി നല്ല മനോഹരമായിട്ട് ഫ്രൂട്ട് ഫാമൊക്കെ കണ്ടു. ഒത്തിരി ഫ്രൂട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ പറഞ്ഞൊക്കെ സിട്രസ് ഫ്രൂട്ടുകൾ നമ്മുടെ ഓറഞ്ച്, മാൻഡറിൻസ്, ലെമൺ, ലൈം അങ്ങനെയുള്ളതൊക്കെ കൂടുതലുള്ളൂ. ഓരോ സീസൺ അനുസരിച്ചാണ് അവിടുത്തെ. അത് കഴിഞ്ഞ് നേരെ വാട്ട്മണ്ടി നമ്മൾ ബാബാജീസ് കിച്ചന് വന്ന് നല്ല പൊറോട്ടയും നല്ല ബീഫ് കറി കഴിച്ചു. ബീഫ് കറി ഉള്ളായിരുന്നു കേട്ടോ. ഇപ്പോഴും നല്ല മണമുണ്ട്, ഗുണമുണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അവിടുത്തെ ഷെഫിനെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് ഇന്നല്ലേ നല്ല മനോഹരമായ റെഡ് വുഡ് ഫോറസ്റ്റ്. നേരത്തെ പറഞ്ഞവർക്ക് ഉപ്പില്ലാതെ എങ്ങനെ കഞ്ഞി കടിക്കുന്നു പറഞ്ഞാൽ വാർബട്ടിന് വന്നു കഴിഞ്ഞാൽ ഈ റെഡ് വുഡ് ഫോറസ്റ്റ് കാണാതെ എങ്ങനെ നമ്മൾ തിരിച്ചു പോകും. ഒറ്റയ്ക്ക് ഉള്ളതെന്ന് പറഞ്ഞാലും എല്ലാവരും വരുന്നതാണ് എനിക്കും ഇഷ്ടം. പക്ഷേ നമുക്കങ്ങനെ വരേണ്ടി വന്നു. അപ്പം ഇന്നത്തെ ചെറിയൊരു കുഞ്ഞു വീഡിയോ, പീക്കിരി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ശേഷം ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാം. അപ്പം അടുത്ത നല്ലൊരു ഇതിൻ്റെ തുടർന്നല്ല വേറൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.